സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കാൽ കഴുകിച്ച സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും പോലീസിനോടും വിശദീകരണം തേടിയിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പും റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. സംഭവം ജുവനൈൽ ജസ്റ്റിസ് ലംഘനമാണെന്ന് ബാലാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ബി മോഹൻകുമാർ പറഞ്ഞു. ജസ്റ്റിസ് ആക്ടിൻ്റെ സെക്ഷൻ 3യുടെ പ്രത്യേകിച്ച് കുട്ടികളുടെ ഡിഗ്നിറ്റി, അതുപോലെ തന്നെ സ്കൂൾ അധികൃതർ കാത്തുസൂക്ഷിക്കേണ്ട അക്കൗണ്ടബിലിറ്റി എന്നിവയുടെയെല്ലാം നഗ്നമായിട്ടുള്ള ലംഘനം ഇവിടെ നടന്നു വരികയാണ്. ഇതിനെതിരായിട്ട് കർശനമായിട്ട് നിലപാടുകൾ സ്വീകരിക്കണം. അപ്പോൾ നിരവധി പരാതികൾ കമ്മീഷന് മുമ്പിൽ വന്നു. ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ അവരോടെല്ലാം അടിയന്തര റിപ്പോർട്ട് തേടുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കർശനമായിട്ടുള്ള നിലപാടുകൾ കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് കമ്മീഷന് വേണ്ടി സൂചിപ്പിക്കാനുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ഹാൻസ് ജോൺ ചേരുന്നു. ഹാൻസ്, ഇതിപ്പോൾ ഒരു ഗൗരവ പ്രശ്നമാവുകയാണല്ലോ, എന്താണ് സംഭവിക്കുന്നത്? തീർച്ചയായും സനീഷ്, സംസ്ഥാനത്തെ 4 സ്കൂളുകളിലാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ആലപ്പുഴ, നൂറനാട്, ഇടപ്പോൺ, ആറ്റുവ വിവേകാനന്ദ വിദ്യാപീഠം സ്കൂള്, മാവേലിക്കരയിലെ വിദ്യാധിരാജ വിദ്യാപീഠം സെൻട്രൽ സ്കൂൾ, കാസർഗോഡ് ബന്ദടുക്കയിലെ കക്കച്ചാൽ സരസ്വതി വിദ്യാലയം, കണ്ണൂർ ശ്രീകണ്ഠാപുരം വിവേകാനന്ദ വിദ്യാപീഠം സ്കൂൾ. ഈ 4 സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ കൊണ്ടാണ് അധ്യാപകരുടെ പാദപൂജ ചെയ്യിക്കുന്ന സംഭവം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം എല്ലാ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും അതിനോടൊപ്പം തന്നെ പോലീസിനോടും വിശദീകരണം തേടിയിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പും റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തര സ്വഭാവത്തിൽ അന്വേഷണം നടത്താനാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ ചെയർമാനായിട്ടുള്ള KV മനോജ് കുമാർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഇതിനോടകം തന്നെ വിദ്യാഭ്യാസ വകുപ്പും നടപടി ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പ് മന്ത്രി വി ശിവൻകുട്ടി അടക്കം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിരുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് ഈ സംഭവം അന്വേഷിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മന്ത്രി വ്യക്തമാക്കുന്നത് ഏത് സിലബസിലുള്ള സ്കൂളുകളാണെങ്കിൽ പോലും കർശനമായ നടപടി, ഇത്തരത്തിൽ ചട്ടലംഘനങ്ങൾ ഉണ്ടാകുന്ന നടപടികൾ സ്കൂളുകളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഈ 4 സ്കൂളുകളും CBSE സ്കൂളുകളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സിലബസിലായാലും കർശനമായ നടപടി സ്കൂൾ അധികൃതർക്കെതിരെ ഉണ്ടാകുമെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. സനീഷ്, ശരി, നന്ദി ഹാൻസ് ആ വിവരങ്ങൾക്ക്.